ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തിളക്കമാർന്ന വിജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തിയുടെ വിജയം. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളോടും വ്യക്തികളോടും പാർട്ടിയോടും ഒക്കെ തന്നെ പോരാടിയിട്ടാണ് അദ്ദേഹം വലിയ വിജയം നേടിയത്. മാത്രമല്ല ജനങ്ങൾ അദ്ദേഹത്തിന് ഒപ്പം നിന്നു, പ്രത്യേകിച്ചും സഖാക്കൾ അദ്ദേഹത്തിന് ഒപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ നിരവധി വീഡിയോകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ. അദ്ദേഹത്തിൻ്റെ പേജിലൂടെയും മറ്റും അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല നമുക്കൊക്കെ സാധാരണക്കാരായ വ്യക്തികൾക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വിജയം കൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ്റേത്. TI മധുസൂദനൻ എന്ന വ്യക്തി കോടികൾ രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചത് തുറന്നു പറയുകയും EP ജയരാജനുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതി കഥകളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരികയും പാർട്ടിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ അണികൾ തിരുത്തണം എന്ന പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്ത വി കുഞ്ഞികൃഷ്ണൻ ശരിക്കും ഒരു ഹീറോ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, നിരവധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും CPMൻ്റെ മുതിർന്ന പല നേതാക്കളും അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പലരും രഹസ്യമായിട്ടാണ് വിളിക്കുന്നത്. പരസ്യമായി വിളിച്ചാൽ പാർട്ടി നടപടിയുണ്ടാകും. മാത്രമല്ല ഏതാനും ദിവസം മുൻപാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും പാർട്ടിയിലേക്ക് മടങ്ങി വരണം എന്ന ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം വരെ നടത്തിയത്. അതായത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ട് CPM എന്ന പാർട്ടിയിലേക്ക് ഇവരൊക്കെ തിരിച്ചു വരണം എന്ന അഭിപ്രായമാണ് LDFൻ്റെ കൺവീനർ നടത്തിയത്. അപ്പം വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, വി കുഞ്ഞികൃഷ്ണൻ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു പാർട്ടിക്ക് അല്ലെങ്കിൽ സഖാക്കൾക്ക് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഖാക്കൾ വി കുഞ്ഞികൃഷ്ണൻ ഒപ്പം നിന്നു എന്നത് തന്നെയാണ്. പയ്യന്നൂരിലെ, അതായത് മണ്ഡലം രൂപീകൃതമായിട്ട് ഇന്ന് വരെ ഇടതുപക്ഷം അല്ലെങ്കിൽ LDF തോൽക്കാത്ത മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ മലർത്തിയടിച്ചുകൊണ്ട് TI മധുസൂദനൻ എന്ന സിറ്റിംഗ് MLA തോറ്റ് തുന്നം പാടിച്ചുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ ജൈത്രയാത്ര നടത്തിയത്. അതിന് ജനങ്ങളും സഖാക്കളും അദ്ദേഹത്തിനൊപ്പം നിന്നു. ജനങ്ങളും സഖാക്കളും. ആ സഖാക്കൾ എന്ന വാക്ക് നമ്മൾ കാര്യമായി തന്നെ എടുക്കണം. യഥാർത്ഥ സഖാവ് എന്നത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ ജനസേവകൻ, പൊതുപ്രവർത്തകൻ എന്ന ആ ഒരു ലേബൽ അധികം പേർക്കില്ല. എല്ലാവരും ഇത്തരത്തിൽ ലേബലൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ ജോലി വേറെ പലതുമാണ്. അവർക്ക് അഴിമതി നടത്താം, ഗുണ്ടായിസം നടത്താം, ആളുകളെ ഭീഷണിപ്പെടുത്താം, ബാങ്ക് തട്ടിപ്പ് നടത്താം, ഇതുപോലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്താം. അങ്ങനെ നിരവധി പേരുണ്ട്. അവരല്ലാത്ത കുറേ സഖാക്കൾ ഇപ്പോഴും കണ്ണൂർ ജില്ലയിലും മറ്റ് ജില്ലകളിലും ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് വി കുഞ്ഞികൃഷ്ണൻ്റെ വിജയം. അവരൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത മുതിർന്ന നേതാക്കളായിരിക്കാം വിളിച്ചത്. അദ്ദേഹത്തെ എന്തായാലും വിളിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കൂടി ഇടതുപക്ഷത്തിന് കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ റിപ്പോർട്ട് കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഒരു കാരണവശാലും അദ്ദേഹം ഇടതുപക്ഷത്തിന് ഒപ്പം പോകില്ല. കാരണം കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ജയിച്ച ആ വ്യക്തി ധാർമ്മികത വിട്ട് നൈതികത വിട്ട് പെരുമാറും എന്ന് തോന്നുന്നില്ല. ഇനിയും രഹസ്യമായി പല കോളുകളും വന്നേക്കാം. പല രീതിയിൽ വി കുഞ്ഞികൃഷ്ണനെ സ്വാധീനിക്കാനും വി കുഞ്ഞികൃഷ്ണനെ സ്വാധീനിക്കുന്നത് വഴി സഖാക്കളെ സ്വാധീനിക്കാനും സഖാക്കളുടെ ആ മനസ്സിൽ ഇടതുപക്ഷത്തോട്, പ്രത്യേകിച്ചും LDFനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട്, TI മധുസൂദനനോട് ഉള്ള ആ ഒരു വിരോധം അല്ലെങ്കിൽ ആ ഒരു അകൽച്ച മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നേക്കാം. ഇത് രാഷ്ട്രീയമാണ്. പലതും സംഭവിക്കാം, പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അപ്പം വി കുഞ്ഞികൃഷ്ണനെ രഹസ്യമായി ഇനിയും പലരും ബന്ധപ്പെടും. വി കുഞ്ഞികൃഷ്ണന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു. അങ്ങ് തീർച്ചയായിട്ടും ഈ രഹസ്യ ഫോൺ കോളുകൾക്കൊക്കെ തന്നെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ടാകും. അങ്ങ് ഒരു സാത്വികനാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു, CPM പ്രവർത്തകനായിരുന്നു. ഇനിയും അദ്ദേഹത്തിന് കോളുകൾ ധാരാളമായി വരും. അദ്ദേഹം അതനുസരിച്ച് അതിന് കൃത്യമായി തന്നെ മറുപടി പറയുകയും ചെയ്യും.